ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരു സുപ്രഭാതം കൂടെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിപ്പാൻ തക്കവണ്ണം നാം അനുഗ്രഹിച്ച ദൈവത്തിന് ആദ്യമേ സ്തുതി കരയറ്റുന്നു. നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹ വന്ദനം. അഗാപ്പെ ആൻഡ് ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും തങ്ങൾ മിടുക്കരാണെന്ന ലോകത്തിന് മുൻപിൽ തെളിയിക്കാനും വേണ്ടി മനുഷ്യർ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ ലോകത്തെ മത്സരങ്ങളുടെയും സ്വയം പുകഴ്ത്തലുകളുടെയും നടുവിൽ യഥാർത്ഥ വിജയത്തിൻ്റെയും ഉന്നതിയുടെയും വലിയൊരു ദൈവിക രഹസ്യം വെളിപ്പെടുത്തുന്ന ഒരു വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. വിശുദ്ധ ലൂക്കോസ് 14:11. AD 60-80 വൈദ്യനായ ലൂക്കോസ് എഴുതിയതാണ് ഈ സുവിശേഷം. മനുഷ്യബന്ധങ്ങളെക്കുറിച്ചും നമ്മുടെ സ്വഭാവത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ചും യേശുക്രിസ്തു ഒരു വിരുന്നിനിടയിൽ വെച്ച് സംസാരിക്കുന്ന മനോഹരമായ ഒരു പശ്ചാത്തലമാണിത്. വചനം ഇപ്രകാരം പറയുന്നു: തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും. പരീശന്മാരിൽ പ്രമാണിയായ ഒരുവന്റെ വീട്ടിൽ ശബത്ത് നാളിൽ ഭക്ഷണം കഴിക്കാൻ യേശു പോയപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അവിടെ വന്ന അതിഥികൾ വിരുന്നിന്റെ പ്രധാനപ്പെട്ടതും മാന്യവുമായ മുൻസീറ്റുകൾ പിടിച്ചെടുക്കാൻ വേണ്ടി പരസ്പരം മത്സരിക്കുന്നത് യേശു ശ്രദ്ധിച്ചു. തങ്ങൾ മറ്റുള്ളവരെക്കാൾ വലിയവരാണെന്ന് കാണിക്കാനുള്ള അവരുടെ അഹങ്കാരവും മത്സരബുദ്ധിയും കണ്ടപ്പോഴാണ് യേശു ഈ കല്യാണ വിരുന്നിന്റെ ഉപമ അവരോട് പറഞ്ഞത്. പ്രധാന സീറ്റിൽ പോയി ഇരുന്നിട്ട് നമ്മേക്കാൾ വലിയൊരാൾ വരുമ്പോൾ അത് നടത്തുന്ന ഹോസ്റ്റ് വന്ന് നമ്മളോട് എഴുന്നേറ്റ് പുറകിലേക്ക് പോകാൻ പറയുമ്പോൾ ഉണ്ടാകുന്ന നാണക്കേടിനെ കുറിച്ച് യേശു ഓർമ്മിപ്പിക്കുന്നു. അതിനുശേഷമാണ് അവൻ ഈ വലിയ നിയമം പ്രഖ്യാപിക്കുന്നത്. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഈ ലോകത്ത് എല്ലാവർക്കും ഉയരണമെന്നുണ്ട്. നല്ല ജോലി വേണം, നല്ല പേര് വേണം, നല്ല ആദരവ് വേണം, നല്ല വിജയം വേണം, എല്ലാവരുടെ മുമ്പിൽ വലിയവരായി നിൽക്കണം. ഇതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ആ ഉയർച്ച എങ്ങനെ നേടണം എന്നതാണ് പ്രധാന ചോദ്യം. യേശു ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നത് വിനയത്തിന്റെ വഴിയാണ്. വിനയം എന്നത് സ്വയം ചെറുതായി കാണുക എന്നല്ല. വിനയം എന്നത് സ്വന്തം കഴിവുകൾ അറിയുകയും അതിൽ അഹങ്കരിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ്. ഒരു പഴം നിറഞ്ഞ മാവിനെ നോക്കാം. അതിൻ്റെ കൊമ്പുകൾ താഴ്ന്നിരിക്കും, കാരണം അത് ഫലപുഷ്ടമാണ്. പക്ഷെ ഫലമില്ലാത്ത കൊമ്പുകൾ നേരെ ഉയർന്നു നിൽക്കും. അതുപോലെ യഥാർത്ഥ മഹത്വമുള്ളവർക്ക് വിനയം ഉണ്ടാകും. ഇന്ന് സമൂഹത്തിൽ പലരും അംഗീകാരത്തിനായി പോരാടുകയാണ്. എന്നെ ആരെങ്കിലും പ്രശംസിക്കണം, എന്നെ എല്ലാവരും ശ്രദ്ധിക്കണം, എൻ്റെ കഴിവുകൾ എല്ലാവരും അറിയണം, എന്നെല്ലാവരും പുകഴ്ത്തണം. പക്ഷെ യേശു പറയുന്നത്, നിന്റെ ജോലി വിശ്വസ്തമായി ചെയ്യുക, നിന്റെ സ്വഭാവം നല്ലതാക്കുക, മറ്റുള്ളവരെ ആദരിക്കുക. ശരിയായ സമയത്ത് ദൈവം നിന്നെ കൈപിടിച്ച് ഉയർത്തും. വിനയമുള്ള വ്യക്തിക്ക് പഠിക്കാൻ ഒത്തിരിയുണ്ട്. അവൻ മറ്റുള്ളവരുടെ അഭിപ്രായം കൂടെ കേൾക്കും, തെറ്റ് സമ്മതിക്കും, നന്നായി വളരും. പക്ഷെ അഹങ്കാരമുള്ള വ്യക്തി പഠനം നിർത്തും. അവനെല്ലാം അറിയാമെന്ന് തോന്നും. അതുകൊണ്ട് വളർച്ച ഉണ്ടാവുകയില്ല. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, യേശു ഇവിടെ പറയുന്നത് ദൈവികമായ ഉയർച്ചയുടെ നിയമമാണ്, അഥവാ ലോ ഓഫ് ഡിവൈൻ എലിവേഷൻ. ഇന്നത്തെ ലോകം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ സ്വയം പുകഴ്ത്തിയില്ലെങ്കിൽ, മറ്റുള്ളവരെ ചവിട്ടി മുന്നേറിയില്ലെങ്കിൽ നമ്മൾ തോറ്റുപോകുമെന്നാണ്. എന്നാൽ യേശു ഈ ചിന്താഗതിയെ പൂർണ്ണമായി തിരുത്തുന്നു. വിനയം അഥവാ ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് ബലഹീനതയല്ല, മറിച്ച് അതൊരു വലിയ ആത്മശക്തിയാണ്. നമ്മൾ നമ്മളെ തന്നെ ഉയർത്താൻ ശ്രമിക്കുമ്പോൾ ആ സ്ഥാനം നിലനിർത്താൻ നമ്മൾ ഇപ്പോഴും ഭയത്തോടെ ജീവിക്കേണ്ടി വരും. എന്നാൽ നമ്മൾ വിനയത്തോടെ ദൈവത്തിന് മുമ്പിൽ നമ്മെ തന്നെ താഴ്ത്തുമ്പോൾ നമ്മുടെ വിശ്വസ്തത കണ്ട് ദൈവം നമ്മെ ഉയർത്താൻ തുടങ്ങും. മനുഷ്യർ തരുന്ന ഉയർച്ച താൽക്കാലികമാണ്. എന്നാൽ ദൈവം നമ്മളെ ഒരു സ്ഥാനത്ത് ഉയർത്തിയാൽ അതിനെ തകർക്കാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. ഒത്തിരി ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. കുടുംബത്തിലും ജോലിസ്ഥലത്തും സമൂഹത്തിലും വിനയം വലിയ അനുഗ്രഹമാണ്. വിനയം ബന്ധങ്ങളെ ശക്തമാക്കും, വിനയം വിശ്വാസം സൃഷ്ടിക്കും, വിനയം സമാധാനം കൊണ്ടുവരും. യേശു തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ മാതൃകയാണ്. സകലത്തിൻ്റെയും കർത്താവായിട്ട് അവൻ നമ്മെ സേവിക്കാൻ വന്നു. അതുകൊണ്ട് ഇന്നും നമുക്കൊരു തീരുമാനമെടുക്കാം. അഹങ്കാരത്തെക്കാൾ വിനയം തിരഞ്ഞെടുക്കാം. സ്വയം ഉയർത്തതിന് പകരം മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാം. അംഗീകാരം തേടുന്നതിനേക്കാൾ വിശ്വസ്തത നേടാം.
കാരണം ദൈവത്തിൻ്റെ സമയത്ത് ദൈവം ഉയർത്തുന്ന ഉയർച്ചയാണ് ഏറ്റവും സുരക്ഷിതമായ ഉയർച്ച. വിനയം താൽക്കാലികമായി താഴത്തേക്ക് നയിക്കുന്നത് പോലെ തോന്നാം, പക്ഷേ അവസാനം അത് യഥാർത്ഥ ബഹുമാനത്തിലേക്കും അനുഗ്രഹത്തിലേക്കും നയിക്കും. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ വിനയത്താൽ നിറയ്ക്കട്ടെ. അതുകൊണ്ട് മനുഷ്യരുടെ മുമ്പിൽ സ്ഥാനങ്ങൾക്ക് വേണ്ടി മത്സരിക്കാതെ വിനയമുള്ള ഒരു ഹൃദയത്തോടെ ജീവിക്കാൻ ഇന്നു മുതൽ തയ്യാറെടുക്കുക. കാരണം സ്വർഗീയ സിംഹാസനം ഒഴിഞ്ഞുവെച്ച് ഈ ഭൂമിയിലേക്ക് വന്ന തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വിനയത്തിൻ്റെ ഏറ്റവും വലിയ മാതൃക കാണിച്ചു തന്ന, എപ്പോഴും നമ്മോടുകൂടെ ജീവിക്കുന്ന കർത്താവുമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരവും മത്സരബുദ്ധിയും മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുക. തക്ക സമയത്ത് അവൻ നമ്മെ അത്ഭുതകരമായി ഉയർത്തും. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾക്കുള്ള സകലത്തിന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങൾ അത്യധികം സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട യേശുവേ, സ്വർഗീയ പിതാവേ, തന്നിരിക്കുന്ന ഈ സുപ്രഭാതത്തിനായി നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേൾക്കുന്ന അഗാപ്പെ ആൻഡ് ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാവരെയും, അത് ഷെയർ ചെയ്യുന്ന എല്ലാവരെയും കർത്താവേ, ഈ സുപ്രഭാതത്തിൽ തന്നെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ ചെറിയ മറവിൽ അവരെ മറക്കണമേ. അവരുടെ നല്ല ആവശ്യങ്ങളെല്ലാം അങ്ങയുടെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് കേട്ട വചനത്തെ ഓർത്ത് നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. താഴ്മയുള്ളവരായി വിനയത്തോടെ ജീവിപ്പാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ നീ പഠിപ്പിക്കണമേ. ഞങ്ങൾ അഹങ്കാരമുള്ളവരാണ്, ഞങ്ങൾക്കെല്ലാം അറിയാമെന്ന് തോന്നലുള്ളവരാണ്, ഞങ്ങളെ കഴിഞ്ഞ് മറ്റുള്ളവരില്ല എന്ന് തോന്നുന്നവരാണ്. എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ന്നു നിൽക്കാൻ സാധിക്കാറില്ല. എനിക്ക് എപ്പോഴും ഉയർന്നു നിൽക്കണമെന്ന ചിന്താഗതിയാണ്. മറ്റുള്ളവർ പറയുന്നതൊന്നും ശരിയല്ല, ഞാൻ പറയുന്നതാണ് ശരിയെന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. എന്നാൽ കർത്താവേ, ഇതെല്ലാം നിന്റെ തൃപ്പാദത്തിലേക്ക് ഭരമേൽപ്പിക്കുന്നു. അടിയനെ കഴുകണമേ. അടിയന്റെ ഉയർച്ച നീ തരുന്നതാണ് എനിക്ക് വേണ്ടതെന്ന് മനസ്സിലാക്കുന്നു. കർത്താവേ, ഞാൻ എത്ര ശ്രമിച്ചാലും, ഈ ലോകത്തിൽ ആരെല്ലാം എല്ലാം എന്നെ പുകഴ്ത്തിയാലും, ഈ ലോകത്തിൽ ആരും മാനും മഹത്വം നൽകിയാലും, നീ തരുന്ന ആ അനുഗ്രഹം അത് വേറെ ആർക്കും തരുവാനായിട്ട് സാധിക്കില്ല. അത് എന്നും നിലനിൽക്കുന്നതാണ് എന്ന് ഞാൻ അറിയുന്നു. കർത്താവേ, അടിയനോട് പൊറുക്കണമേ. അടിയൻ്റെ ബലഹീനതകളെ ഓർത്ത് കർത്താവെ അവിടുന്ന് ക്ഷമിച്ച് നിന്റെ തൃപ്പാദത്തിൽ വിശിഷ്ട ജീവിതത്തെ കഴിച്ചു കൂട്ടുവാൻ കർത്താവെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. ഈ വചനം ശ്രവിക്കുന്ന ഓരോ മക്കളെയും അവരവരായിരിക്കുന്ന സന്ദർഭങ്ങളിൽ നീ കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണമേ. എത്ര വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും, എത്ര വേദന അനുഭവിക്കുന്നവരാണെങ്കിലും, എത്ര പ്രയാസത്തിൽ നിൽക്കുന്നവരാണെങ്കിലും, എത്ര ദുരിതങ്ങളിലായിരിക്കുന്നവരാണെങ്കിലും, മനസുഖമില്ലാതെ വിഷമിച്ചിരിക്കുന്നവരാണെങ്കിലും, ഇനി എങ്ങനെ മുമ്പോട്ട് പോകുമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്നവരാണെങ്കിലും, കർത്താവേ, നീ അവരെ തൊടണമേ, നീ അവരെ അഭിഷേകം ചെയ്യണമേ, നീ അവരെ നിറയ്ക്കണമേ. നിന്റെ ഹൃദയ സമാധാനം അവർക്ക് ദാനമായി കൊടുക്കണമേ. നീ വിനയത്തിലൂടെ കർത്താവെ അവരെ പഠിപ്പിച്ച് മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിപ്പാൻ തക്കവണ്ണം ഇവൻ കർത്താവിൻ്റെ മകൻ, ഇവൻ കർത്താവിൻ്റെ മകൾ എന്ന് മറ്റുള്ളവര് ഞങ്ങളുടെ ജീവിതം കണ്ട് പറയുവാൻ തക്കവണ്ണം നിന്റെ വൻകൃപ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ഒരു കഴിവുമില്ല കർത്താവേ, ഞങ്ങൾ അഹങ്കരിച്ചിരുന്നു എല്ലാം ഞങ്ങളുടെ കഴിവുകൊണ്ടാണെന്ന് ഞങ്ങളിത് തിരിച്ചറിഞ്ഞു. കർത്താവ്, അവിടെങ്ങളോട് പൊറുക്കണമേ. നീ ദാനമായി നൽകിയതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ലല്ലോ കർത്താവേ. നിന്റെ കൃപ മൂലം വഴി നടത്തണമേ. ഇത്രത്തോളം വാഴ്ത്തി അനുഗ്രഹിച്ച് ഞങ്ങളെ പരിപാലിച്ചതിനായി സ്തുതിക്കുന്നു കർത്താവേ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും നീ അഭിഷേകം ചെയ്യണം. എത്ര വലിയ ആവശ്യങ്ങളായിരുന്നാലും കർത്താവേ, നിന്റെ കൃപ അവരോട് കൂടെ ഇരുന്ന് നീ അവരെ അഭിഷേകം ചെയ്യണമേ. അവരുടെ നല്ല കാര്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കണമേ. എത്ര പ്രയാസ ഘട്ടങ്ങളിലൂടെ പോയാലും കർത്താവ് കൂടെ ഉള്ളത് കൊണ്ട് നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഈ ലോകത്ത് ആരും എന്നെ കേൾക്കാനില്ല, ആരും എന്നെ സഹായിപ്പാനില്ല, ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല. എങ്കിലും കർത്താവ്, നീ ശ്രദ്ധിക്കുന്നതായതുകൊണ്ട്, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവനായതുകൊണ്ട്, നീ എന്നോട് കൂടെ ഇരിക്കുന്നവനായതുകൊണ്ട് എൻ്റെ ജീവിതത്തെ പൂർണ്ണമായി നിന്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. വിനയത്തോടെ തൃപ്പാദത്തിലായിരിക്കാൻ തക്കവണ്ണം ശിഷ്ട ജീവിതത്തെ നീ ക്രമീകരിക്കണമേ. ഇത്രത്തോളം വഴി നടത്തിയതിനായി സ്തുതിക്കുന്നു കർത്താവേ. സകലരെയും നിന്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. സകലരുടെയും ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. വ്യക്തിപരമായി ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. അവരവരായിരിക്കുന്ന സന്ദർഭങ്ങളിൽ കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണമേ. പിശാച് നോക്കുവാൻ പോലും നീ അനുവദിക്കരുതേ. നിന്റെ ചെറിയ മറവിൽ അവരെ മറക്കണമേ. അന്ധകാര ശക്തികൾക്ക് അവർക്ക് തൊടുവാൻ നീ അനുവദിക്കരുത് കർത്താവേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. ഹൃദയ സമാധാനം കൊടുക്കണമേ, ഐശ്വര്യം കൊടുക്കണമേ. ദീർഘായുസോടുകൂടെ ആരോഗ്യത്തോടുകൂടെ നിന്നെ സ്തുതിച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം
നീ അവരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയുടേതിനായ സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച യേശുവിൻ്റെ പുനനാമത്തിൽ തന്നെ ആമേൻ.